കോഴിക്കോട് ട്രെയിനിൽ നിന്നും വയോധികയെ തള്ളിയിട്ട് പണം കവർന്ന സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ആക്രമണം നടത്തിയെന്ന് സംശയിക്കുന്നയാളെ മുംബൈയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. തൃശൂർ സ്വദേശി അമ്മിണിക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത്. 2 സ്റ്റോപ്പ് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമായല്ലോ. സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഞാൻ മുടി ഒന്ന് ഒരു ക്ലിപ്പ് ഇടുന്ന സമയത്താണ് വന്ന് എൻ്റെ ബാഗ് എടുത്ത് അയാൾ എന്നെ പിടിച്ച് ഒരു തള്ളിയപ്പോൾ ഞാൻ ട്രക്കിലേക്ക് വീണു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സമ്പർക്കക്രാന്തി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന തൃശൂർ സ്വദേശി അമ്മിണിക്ക് നേരെ ആക്രമണമുണ്ടായത്. മുംബൈയിൽ നിന്നും തൃശൂരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ട്രെയിൻ കോഴിക്കോട് പിന്നിട്ടപ്പോഴായിരുന്നു സംഭവം. ശുചിമുറിയിലേക്ക് പോവുകയായിരുന്ന അമ്മിണിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് അക്രമി തട്ടിപ്പറിച്ചു. പ്രതിരോധിക്കാൻ ശ്രമിച്ച അമ്മിണിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. തലയ്ക്ക് 4 സ്റ്റിച്ച് ഇട്ടുണ്ട്. ഞാൻ 2 പേരും ഒരുമിച്ചല്ലേ ചാടിയിട്ടുള്ളത്, എത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് അധികം സ്ലോയിലല്ലാനും 1500 രൂപയും മൊബൈൽ ഫോണും ആധാർ കാർഡ് എൻ്റെ ആങ്ങളയുടെയും. തെറിച്ചു വീണ അമ്മിണിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. യാത്രക്കാർ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അമ്മിണിയുടെ 8500 രൂപയും മൊബൈൽ ഫോണുമായിട്ടാണ് മോഷ്ടാവ് കടന്നുകളഞ്ഞത്. സംഭവത്തിന് പിന്നാലെ പ്രത്യേക സംഘം രൂപീകരിച്ച് റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അക്രമി മുംബൈ ഭാഗത്തേക്ക് പോയതായി വിവരം ലഭിച്ചത്. അവിടെ എത്തിയ അന്വേഷണ സംഘം പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തു. പരസ്പര വിരുദ്ധമായാണ് ഇയാൾ കാര്യങ്ങൾ പറയുന്നതെന്ന് അന്വേഷണ സംഘം പറയുന്നു. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.